ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അച്ഛനും മോളും എന്താക്കുണ്ട് നോക്കാം. കുറേ നേരമായി കാണുന്നില്ല. എവിടെ നമ്മളിപ്പോ ഇത് പറിച്ചോണ്ട് ചെറു ചെറുത് വിത്തിട്ടതല്ലേ, കുറച്ച് ഇങ്ങനെ ഇത്രയൊക്കെ പൊടിഞ്ഞിട്ടുണ്ടായി. അതെ, ഇപ്പൊ നോക്കുമ്പോ ഇത് കളർ നോക്കും. അതെ അതെ, ഇത് കുസലം വിത്ത് കൊണ്ടുവന്നിട്ട് അന്ന് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായി. വലുതായില്ലേ? വലുതാ മൂലങ്കി വലുതായി. പിന്നെ ചപ്പ് ഉപ്പരേട്ടാ. അതെ, പിന്നെ ഇത് നോക്ക് കളറ്. ഇത് കറിക്ക് പരിപ്പിന്റെ പോലെ കറി. റെഡ്, ഇതൊരു പിങ്ക് കളർ പോലത്തെ അല്ലേ? അതെ, നമ്മള് വെളുത്തത് ചന്തലല്ല വെക്കണേ. അതെ, മൂലങ്കി. മൂലങ്കി, ചുമന്ന മൂലങ്കി അല്ലേ? മൂലങ്കി. അതെ, നല്ല രസമുണ്ട് ചപ്പ് പറവാക്കാനും അല്ലേ? ഓ, കൊറേ പറിച്ചപ്പോ അല്ലേ? അമ്മുന്റെ ഡ്രസ്സിന്റെ കളറ്. അതെ, അപ്പൊ ഇത് നമ്മള് അടിയനക്ക് ലേസോ അടുത്ത പോലെ കറിക്ക് ലേസോ കൊടുക്കാം. അതെ അതെ അതെ, കൊടുക്കാം. അന്നവർക്ക് കറി വെച്ചിരുന്നു. സന്തോഷം. അതെ അതെ ചപ്പ് വറവാക്ക, മൂലങ്കി വേണമെങ്കിൽ കറിയും ആക്ക. ബീൻസ് എല്ലാം കുറച്ച് വലുതായി അല്ലേ? കറിക്കാവും അത്രക്കായി. അത് ഒരു ലേസ ചള്ള് അല്ലേ? കുറച്ച് നീളായിന്. കുറച്ച് വണ്ണം വരണം, എന്നാലേ നല്ലത് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇന്നാണ് വന്ന് നോക്കിയത് അല്ലേ? ഞാൻ ഇന്ന് വന്നു ബീൻസ് തിന്നാനായിട്ട് വന്നേ. ഇത്ര ദിവസമായിട്ട് അത് നട്ട, പിന്നെ ഇന്ന് വന്നിട്ട് ബീൻസ് തിന്നാന് നല്ല ഉഷാറുണ്ടപ്പോ. പച്ചക്ക് ബീൻസ്, പിന്നെ ക്യാരറ്റ്. മൂലങ്കി തിന്നണമായിരുന്നു. മൂലങ്കി എനിക്ക് ഇഷ്ടമാണ്. ഒരു മണല്ലേ? ഇരുട്ടായി. ഇതാ നല്ല പാങ്ങുണ്ട് കാണാൻ ഇപ്പോ ആകാശം. ഹലോ, ഞാന് പിന്നെ വന്നതമ്മ. ഞാൻ ഇങ്ങോട്ട് ബീൻസ് തിന്നാൻ മാത്രല്ല വന്നേ. പൂച്ചനെ കാണുന്നില്ല. നോക്കാൻ ദിവസമായി പൂച്ചനെ കാണണ്ട്. എന്തായി നോക്കിട്ട് പോകപ്പോലെ. ഇവിടെ ഒരു വിശേഷമായത് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ബെണ്ടക്കായിൽ പൂവായിട്ടുണ്ട്. ചെറിയൊരു ചെടി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എല്ലാം വെണ്ടക്കായെല്ലാം നട്ടിട്ട് നമുക്കറിയേയില്ല, നമ്മൾ കണ്ടിട്ടും ഇല്ല വെണ്ടക്ക ചെടിയൊന്നും. അപ്പോൾ ഇത് നട്ടപ്പോൾ ഇതിലൊരു പൂവായി പറയുമ്പോൾ ഒരു അതിശയം. നല്ല ഒരു കളർ ഇതിൻ്റെ. അപ്പോൾ ഇത് വിരിഞ്ഞിട്ട് വേണം ഇനി ഇത് വെണ്ടക്ക ആവാനും തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് കായ് എന്നാണ് വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ ഇത് പൂവായോണ്ടുള്ളത് അത്രേ. ഈ മരത്തില് പിന്നെ ഇത് ബക്കറ്റ് പിന്നോക്കിട്ട് അമ്മ പോകുന്നതായ മുള്ളി കാട്. എനിക്ക് പൂ കാണുമ്പോ പോകാൻ തോന്നിയത്, അങ്ങനെ ആയിട്ട് പോന്നേ. എന്ത് പൂവത്? ഇവിടെ നോക്കുമ്പോ മാങ്ങ എങ്ങനെയുണ്ട്, അങ്ങനെ പൂവ്. അതെ അതെ, അതിന്റെ കൊക്ക് ഇങ്ങനെ വളഞ്ഞിട്ടും ഇത് അങ്ങനെ തന്നെ നല്ല ഉണ്ടല്ലേ. ഞാൻ ഇരുന്നിട്ട് കൊറേ നേരത്തെ നോക്കി. അതിന്റെ മൊട്ട് ഇങ്ങനെ മൊട്ട് പാങ്ങുണ്ട്. ഇത് ചപ്പു ഇതില് ഒരു ഇതുണ്ട് മുട്ട്. നമ്മളുടെ ബാല് മാതിരി ഉണ്ട്. ഇത് വിരിഞ്ഞിട്ടില്ല, വിരിഞ്ഞത് മാങ്ങന്റെ മാതിരി ഉണ്ട്.
അല്ലേ? അതെ അതെ. ഇത് ഇങ്ങനെ മൂടിയിട്ടുണ്ടാവും. വിരിഞ്ഞ ശേഷം അങ്ങനെ ആവല് നല്ല പാങ്ങ് കാണാന്. അതെ. ഈ ചപ്പ് നമ്മൾ മുറിഞ്ഞ ചപ്പ് വറവാക്കുമല്ലേ, അങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഉള്ളവരെല്ലാം തിന്നുവപ്പാ. ഞാൻ തിന്നിട്ടൊന്നുമില്ല ഇതുവരെക്കും, പറയണത് കേക്കാം. അങ്ങനെ ഉണ്ടാവമ്മ, നല്ല രുചി ഉണ്ടാവും, തിന്നുന്ന സാധനാണ്. അതിന്റെ പൂവ് കണ്ടത് നാണ് ഇന്നെ. നല്ല ചന്ത ഉണ്ട് നോക്ക്, നല്ല ഇതും ഉണ്ട്, ഒരു സ്മൂത്ത് അല്ലേ? നല്ല ഇതുണ്ട്, കട്ടിയായിട്ട് അമർത്തുമ്പോ നല്ല പാങ്ങ്. ഇതൊന്ന് പറ്റി പൊളിക്കുമ്പോ അത് ഇവിടെ നോക്ക് പോലെ. അതെ, കൊക്ക്, കിളീന്റെ കൊക്ക് ഓപ്പൺ ആക്കി 3-4 ഇതെല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതാ 1 2 ഇതാ 3 4 5 ഇത് കൂടിയാൽ 6 എതല്. നല്ല പാങ്ങുണ്ടല്ലേ? നല്ല പാങ്ങ് കാണാൻ നല്ല രസമുണ്ട്. അതെ. അങ്ങനെ ഇരുന്ന് നോക്കിയിട്ട് അപ്പൊ ഇതിനെ ഒന്നും എടുക്കാനില്ല, ഇതിങ്ങനെ മുറിച്ചിട്ട് വറവാക്കല. അതും കൂട്ടിയിട്ട് നമ്മൾ മുരിങ്ങ ചപ്പിന്റെ പൂവ് ഇടൂലേ, പൂവും ചപ്പും ഇടൂലേ, അങ്ങനെ ഇത് ഇടലത്ര. പറയുന്നത് കേട്ട് തിന്നവര് പറഞ്ഞപ്പ നമ്മൾ തിന്നിട്ടില്ല. അതെ അതെ. നമുക്കൊരു ദിവസം ആക്കണം അല്ലേ? തൊഴിലുറപ്പ്. അങ്ങനെ ഇവിടെ പറയണത് കച്ചട കൊത്തല്. അവിടെ എവിടെ പോന്ന്, തൊഴിലുറപ്പ് പോന്ന് എന്ന് പറയൂ. അത് ഞാൻ കുറച്ചെടുത്തതാണ് പറയാൻ ഇവിടെ. അതെ അതെ. കേരളക്കാര് അങ്ങനെ പറയല്, തൊഴിലുറപ്പ്. ഇത് നമ്മളുടെ തലയ്ക്ക് ഇടുന്ന സീകപ്പൊടിയില്ലേ, സീകപ്പൊടിനെ കേരളത്തിലും സീക തന്നെ അല്ലേ പറയുക? അറിയില്ല. അതെ, സീകപ്പൊടി ആക്കിനെ ഇത് മുള്ള് സീക ചെടീനെ പറയുള്ളൂ. സീകക്കായ്. കന്നഡത്തില് സീകക്കായ്. അതെ. അവിടെ സീകപ്പൊടി കിട്ടുമല്ലേ? അതെ അതെ. അത് ഇത് ഒന്നുമാ ഈന്റെ ഈ എലസ് വരുന്നുണ്ടല്ലേ ഇങ്ങനെ ഈനെ എടുത്തിട്ട് ചട്നി അരച്ചിട്ട് കൊടുത്താല് പിന്നെ പനിയുള്ളവർക്കെല്ലാം നല്ലത്, നല്ല രുചിയും കിട്ടും വായിക്ക്, നല്ല പുളിപ്പു. ഇതിങ്ങനെ എടുത്തിട്ട് കടിച്ചു നോക്കിയാല് അതിന്റെ ഒരു മണം ഉണ്ടല്ലേ? മണുണ്ട്, എന്നാൽ നമുക്ക് രുചി നോക്കാന് ഞങ്ങളെ ഇങ്ങനെ പനിയെടുക്കുമ്പോ ചവച്ചു നോക്കൂ. അങ്ങനെ ഇത് എല്ലാത്തിനും സീകപ്പൊടി. പനി പറഞ്ഞ വിട്ടുമാറാത്ത പനി അല്ലേ? വിട്ടുമാറാത്ത പനിക്ക് വിട്ടുമാറാത്തതും വിട്ടിട്ട് വരുമല്ലേ, ആ പനിക്കെല്ലാം നല്ലതാണ്. ഇതിന്റെ തിരിലെടുത്തിട്ട് നമ്മൾ ചട്ടി അരച്ചാല് ചമ്മന്തി അരച്ചാല് അങ്ങനെ ഇത് സീകാമുള്ളു പറയുന്നത്. ഇത് പിന്നെ മുള്ള് തട്ടിപ്പോയാ പിന്നെ ഉണങ്ങൂലല്ലേ? ഉണങ്ങൂല, കൊക്ക ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ച് അങ്ങനെ ഉണ്ടാവും. അതെ അതെ. കൊക്ക പൂച്ചമന്തി അങ്ങനെ. അപ്പൊ അതിന്റെ മുള്ള് ഇതാ ഇങ്ങനെ, ഇതാ മുള്ളു കാണണല്ലേ? അതങ്ങനെ ഉണ്ടാവും. പൂച്ചന്റെ നഖം പോലെ തന്നെ ഉണ്ടാവും. അതെ, പൂച്ചന്റെ നഖം മാതിരി. സീകക്കായി നമ്മളിവിടെ കുട്ടികൾക്ക് കൂടി, ഇളം കുട്ടികൾക്ക് സീകപ്പൊടി നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ട് കുറച്ച് കട്ടിട്ട് കളക്കി വെച്ചിട്ട് സോപ്പ് ഈ തോള് പോണുണ്ടല്ലേ അവരുടെ മേലെ ജനിച്ചിട്ട് ഒരു 3 ദിവസം വെളുത്ത തോല് അല്ലേ, അതിന് ഇത് തേക്കൂ. ഇവിടെ ആരും അങ്ങനെ തേക്കലില്ലപ്പാ, നമ്മൾ തേക്കൂ. തേച്ചിട്ട് കുളിപ്പിച്ചാല് വേഗം അത് ആ തോല് പോണത് നൈസായിട്ട് മാറും. പിന്നെ വലിയൊരു അങ്ങനെ ഈ ഡാൻഡ്രഫ് അത് ഉണ്ടാവല്ലേ തലയില്, അതിന് നല്ല പൊടി കുറഞ്ഞിട്ട് നല്ലോണം തേച്ച് കുളിക്കും, സോപ്പ് ഇടില്ല. അതെ, അങ്ങനെ എല്ലാം നല്ലതൊക്കെ റൈറ്റാ. കണ്ടമാനം ഇവിടെ ഉള്ളതിന് യാർക്കും കെയറില്ല. അതെ, ഇത് കെയർ ആക്കണോരാണ് നല്ല പൈസക്ക് വിൽക്കാനും ചെയ്യും. അതിലൊരു കായ് ഉണ്ടാവും അല്ലെ, ഇങ്ങനെ നീളം നീളത്തില് നീളം നമ്മളുടെ
പുളി ഉണ്ടല്ലേ, ആ എന്ത് പറയുന്നേ, വാളംപുളി. വാളംപുളി, അങ്ങനെ വരും. അതെ അത് ചപ്പട്ട. ഉണ്ടാവപ്പ നാട്ടിൽ. അതിലും ഒരു കുരു ഉണ്ടാവല്ലേ? അതെ, ചെറിയ ചെറിയ കുരു ഉണ്ടാവും. അതെ ഉണ്ടാവും, നാട്ടിലെല്ലാം ഉണ്ടാവും. പൊണ്ണാങ്കണ്ണിന്ന് പറയുന്ന സാധനം ഇത്. ഇത് മൂത്താല് പൊണ്ണാങ്കണ്ണി കേരളത്തിൽ ഇല്ലേന്ന്. ഇത് ഞങ്ങ ഇതിന്റെ ഇത് ഇല ഇതെല്ലാം പറിച്ചിട്ട് നമ്മള് വറവാക്കും. അതെ, ഇതാ കാക്കച്ചപ്പ് നോക്ക അവിടെ. ഇത് ഇഷ്ടം പോലെ ഉണ്ടമ്മ. കാക്കച്ചപ്പ് ഇത് ഇവിടെ, കാക്കച്ചപ്പ് ഇത്. എല്ലാം ഉണ്ടപ്പോ ഈ മാലത്തില്. അതെ അതെ അല്ലേ, നല്ല മാലവും എല്ലാ സാധനവും. ഇതാ ചേമ്പുണ്ട്, ചേമ്പുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണോ, ഷെയർ ആക്കണോ, സബ്സ്ക്രൈബ് ആക്കണോ. അതെ, ബൈ. ബൈ.